നമസ്കാരം, ഞാൻ ജസ്ന സലീം. എന്നെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യത്തിന് പ്രതികരിക്കണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ചില സമയത്ത് വിചാരിക്കും വേണ്ട, അതങ്ങ് വിട്ടേക്കാം. ചിലപ്പം വിചാരിക്കും തന്നെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എൻ്റെ തട്ടം ഉപേക്ഷിച്ച കാര്യം. മതം പകുതി മുക്കാല് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഉപേക്ഷിച്ച മട്ടിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പം എനിക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്, എന്തിനെക്കുറിച്ചാണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ളതും ഏകദേശം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്നെക്കുറിച്ച് എന്തൊരു ന്യൂസ് വരുന്ന സമയത്തും ഹൈന്ദവരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ വന്നിട്ട് ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതും കമൻ്റ് ഇടുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ അമ്പല പരിസരത്ത് പോകുന്നത്? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിട്ട് റീലെടുത്തൂടെ? നിങ്ങൾക്ക് പള്ളിയുടെ മുമ്പ് പോയിക്കൂടെ? നിങ്ങൾക്ക് പള്ളി കയറിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ഇങ്ങനെ മെസ്സേജ് അയക്കാറും ഇതേപോലെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹൈന്ദവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പള്ളിയിൽ പോകണം. ഞാൻ മതം വിട്ടൊരു വ്യക്തിയാണ്. എന്നിട്ടും ഞാൻ ആ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓർക്കുക. എനിക്ക് ആ മതത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഞാൻ ആ മതത്തിൽ എന്താ പറയുക, എന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഷൈനി മധുസൂദനൻ ആ അമ്മശ്ശിക്ക് പറഞ്ഞൊരു കാര്യം. അമ്മശ്ശിക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പള്ളിയിൽ പോയാൽ നിങ്ങൾ കയറ്റുമോയെന്ന്. അല്ലൻ്റെ തള്ളേ, നിങ്ങൾ പള്ളിയിൽ കയറിപ്പോയി നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ പള്ളിയിൽ കയറി പോയിട്ടുണ്ടോ? വേണ്ട, ലസിത പാലക്കൽ, നിന്നോട് ഞാൻ വെല്ലുവിളിക്കാം, നീ ഒന്ന് പള്ളീൻ്റെ അടുത്ത് പോയി നോക്ക്. എന്നാരെങ്കിലും നീ ഹിന്ദു ആണെന്ന് പറഞ്ഞ് അവിടുന്ന് എറിഞ്ഞു ഓടിക്കുമെന്ന് നോക്ക്. ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത്. നീ ഇപ്പം വേണ്ട, ഒരു പള്ളി പരിസരത്ത് പോയി ഒന്നും വേണ്ട, ഇനിയിപ്പോൾ പള്ളിയിൽ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് എനിക്ക് നിങ്ങളുടെ പള്ളി ഒന്ന് കാണാൻ താല്പര്യമുണ്ട്, ഒന്ന് കാണിച്ചു തരുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. അവരെന്ത് വർഗീയത അവിടെ ഉണ്ടാക്കുക എന്നൊന്ന് ഇനിയൊന്ന് പറ. വേണ്ട, ശ്രീല പിള്ളനോടാണ് പറയുന്നത്. നീ ഒന്ന് പോയിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ നിങ്ങളുടെ പള്ളി ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് കയറട്ടെ എന്ന് പറയുമ്പം അവരെന്ത് പറയും? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് പോയിക്കോളൂ. എന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? പോയി നോക്കിയിട്ട് വേണം പറയാൻ. അവിടെ ഈ പള്ളി പരിസരത്ത് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇന്ന മതസ്ഥർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ, ഇന്ന മതസ്ഥർ കയറരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയിൽ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നുണ്ട്. അത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ സ്ത്രീകൾ പള്ളി പോവാതിരിക്കാനുള്ള കാരണവും കൂടി ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഓരോ വാങ്ക് വിളിക്കുന്ന സമയത്തും സ്ത്രീക്ക് വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളി ഒരുപക്ഷെ നമ്മുടെ അടുത്തെങ്ങാനില്ലെങ്കിൽ ഈ ഓടിപ്പോയി ഇടിച്ചെങ്ങാനും പള്ളിയിലേക്ക് ഓടി അവിടെ പോയി നിസ്കരിച്ച് വരുന്ന ആ സമയവും അവിടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ആ ഒരു കാര്യവും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയാം. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി എന്ന് പറയുന്നത്. എല്ലാവരുടെ വീടിൻ്റെ മുമ്പിലും പള്ളി ഉണ്ടാവണമെന്നില്ല. ആണുങ്ങൾ പുരുഷന്മാർ പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് ഏത് പള്ളിയിലും എപ്പോഴും കയറിയ അവർക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം അതാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വീടാണ്, ഏറ്റവും സൗകര്യം അതാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ നിങ്ങളെ പള്ളിയിൽ പോയാൽ എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പള്ളിയിൽ പോയാൽ ഇപ്പം എന്താ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുക, ഞങ്ങളുടെ പള്ളിയാക്കിയിട്ട് തന്നെ ചോദിക്കുക. ആരെങ്കിലും പോയി നോക്കിയിട്ടാണോ ഈ പറയുന്നത്? ഒടുങ്ങാക്കാട് പള്ളിയുണ്ട്, എവിടെയെന്നറിയോ? വയനാട്ടിലേക്ക് പോകുന്നിടത്ത്, വയനാട് ഈങ്ങാപ്പുഴ കഴിഞ്ഞ പാടക്ക് ഒടുങ്ങാക്കാട് പള്ളി എന്ന് പറഞ്ഞ സ്ഥലം, ആ ഒരു പള്ളിയുണ്ട്, പ്രശസ്തമായിട്ടുള്ള പള്ളിയാണ്. അവിടെ ഹിന്ദു മതസ്ഥർ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് നേർച്ചകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പള്ളിയിൽ ഭീമപള്ളി പോകുന്നുണ്ട്.
ഒരുപാട് ഹിന്ദുക്കൾ പോകുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? മുസ്ലിം റൂൾസ് പ്രകാരം അന്യപുരുഷന്മാർക്ക് സ്ത്രീകളെ കാണാൻ പാടില്ല എന്നുണ്ട്. എന്ന് വെച്ചിട്ട് ആ രീതിയിലൊന്നുമല്ല ഈ കാലത്ത് ഒരു സ്ത്രീകളും നടക്കുന്നത്. ഞാൻ തട്ടം ഉപേക്ഷിച്ച സമയത്ത് എന്നെ ഉപദേശിച്ച പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇസ്ലാം നിയമപ്രകാരമായിരുന്നോ ഇത്രയും കാലം തട്ടം ഇട്ടുകൊണ്ടിരുന്നത്? ഞാനൊരു ഷാള് കഴുത്തിലിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പകുതി മുടി പുറത്തായിരുന്നു കാണൽ. കാരണം ഇസ്ലാം റൂൾസ് പ്രകാരം ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. അപ്പം നിങ്ങളൊന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ നിങ്ങളെ പള്ളീൻ്റെ മുമ്പ് പോയി നിങ്ങൾ കലാപം ഉണ്ടാക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. നിങ്ങളാരും പള്ളീൻ്റെ മുമ്പിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. ഇനി പള്ളീൻ്റെ മുമ്പിൽ പോയിട്ട് റീലെടുത്താൽ അവർക്കൊരു കുഴപ്പമില്ല. അവിടെ ഉസ്താദുമാർ കാണുമ്പോൾ നമ്മളൊരു ബഹുമാനം കൊണ്ട് കാരണം ചെറുതിലേ അങ്ങനെ പഠിച്ചു പോയതാണ്. ഉസ്താദുമാരെയും ഈ ആണുങ്ങളെയൊക്കെ ബഹുമാനിച്ച് നമ്മൾ ഓരോ കാണുമ്പോൾക്ക് തല കുനിച്ച് നടന്ന് ശീലിച്ചു പോയത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ ആദ്യം ആരെങ്കിലും ഒരാൾ പള്ളിയിൽ പോയി നോക്കുക. ഇത്രയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ പള്ളിയിൽ പോയാൽ ഇങ്ങനല്ലേ, നിങ്ങളുടെ പള്ളിയിൽ പോയാൽ അങ്ങനല്ലേ എന്ന് പറയുന്ന നേരം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും പള്ളിയിലൊന്ന് പോയിട്ട് എനിക്ക് മസ്ജിദിൻ്റെ അകത്തുനിന്ന് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എന്തിന്? സുരേഷ് ഗോപി കയറിയില്ലേ? നമ്മുടെ ശരീരശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ കയറാം. അവിടെ ഇറച്ചി മീനും കൂട്ടി അതും പ്രശ്നമില്ല. നിങ്ങൾക്ക് കാലും കൈയും മുഖമൊക്കെ ഒന്ന് കഴുകിയാൽ നിങ്ങൾക്ക് ആ പള്ളീൻ്റെ ഉള്ളിൽ അവർ കാണിച്ചു തരും. പിന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. കാരണം ഇനി നിസ്കരിക്കണമെന്ന് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾക്ക്. അപ്പം അവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അവർ നിസ്കരിക്കാനുള്ള സൗകര്യം അവരുണ്ടാക്കി തരും. എത്ര ഹിന്ദു മതസ്ഥർ നോമ്പ് പിടിക്കുന്നുണ്ട്? എത്ര ആൾക്കാർ പിടിക്കുന്നുണ്ട്? എൻ്റെ അറിവിൽ തന്നെ എത്ര ആൾക്കാർ പിടിക്കുന്നുണ്ട്? എൻ്റെ ഒരു സുഹൃത്ത് ചേച്ചിയുണ്ട്, വിനീത എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും അവൾ നോമ്പ് നോൽക്കും. അവൾക്ക് നോമ്പ് ഒഴിവായി പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ആർത്തവകാലത്ത് നോമ്പെടുക്കാൻ പറ്റൂല. ആ ഒരു സമയത്ത് മാത്രമേ അവൾ നോമ്പെടുക്കാത്തുള്ളൂ. ബാക്കി മുഴുവനും അവൾ നോമ്പെടുക്കും. അവൾക്ക് നോമ്പ് നോൽക്കുമ്പം ചെല്ലേണ്ടത് എന്താണെന്നും നോമ്പ് തുറക്കുമ്പം ചെല്ലേണ്ടത് എന്താണെന്നുള്ളതും അവൾക്കറിയാം. അവളതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കാം, ഞാൻ ഈ പള്ളിയിലൊന്ന് കയറട്ടെ, അല്ലെ ഞാൻ ഈ പള്ളിയിൽ കയറിയാൽ എന്താ സംഭവിക്കുക എന്നൊന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. അല്ലെ നിങ്ങളൊന്ന് പോയി നോക്ക്. പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ബാഡ് അനുഭവമാണ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻ്റ് ഇടുകയും സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്യുകയും ചെയ്യാം. ഇങ്ങെന്താ പള്ളി പോകാത്ത, ഇങ്ങെന്താ പള്ളി. എനിക്ക് ആ മതത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തത്. ഞാനിപ്പോൾ നാളെ തന്നെ ഒരു പള്ളീൻ്റെ മുമ്പ് പോയിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തിരുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? ഒരാളും വിലക്കൂല. അവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? അവളും പടച്ചോനും തമ്മിലങ്ങ് തീർത്തോളൂ. അവിടെ നടുക്ക് നിൽക്കാൻ ആരും വരൂല. അപ്പോൾ പള്ളി അശുദ്ധി ആവുകയില്ല. ഒരു സ്ത്രീ കയറിയത് കൊണ്ട് ആ പള്ളി ഒരിക്കലും അശുദ്ധിയാവൂല. സ്ത്രീ ശുദ്ധിയോടുകൂടാണ് പോകുന്നതെങ്കിൽ. അശുദ്ധി ഒരു സ്ത്രീക്ക് ഏത് സമയവും എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് അശുദ്ധി ഉണ്ടാവുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ആർത്തവ സമയം. ആ ഒരു സമയത്തല്ലാതെ നിങ്ങളിപ്പോൾ പള്ളിയിൽ പോയിട്ട് ഉസ്താദേ എനിക്ക് ഈ പള്ളീൻ്റെ ഉള്ളൊന്ന് കാണണം, അല്ലേ വേണ്ട ഉസ്താദേ ഞാൻ ഈ പള്ളീൻ്റെ മുമ്പൊന്നൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ഒരു ഉസ്താദിനോടോ അല്ലെ ഒരു പള്ളിയിലുള്ള മുക്കറിനോടോ നിങ്ങൾ ചോദിച്ചു നോക്ക്. അവരവിടെ വിലക്കിയതിന് ശേഷമാണ് നിങ്ങളിതൊക്കെ പറയുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ മതം ഉപേക്ഷിച്ച് എന്നുള്ള ഒരു മട്ടിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടും ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു റൂൾസ് ഇല്ല. ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ക്രിസ്ത്യൻ പള്ളിയിലും ഇന്ന മതസ്ഥർക്ക് കയറാം, ഇന്ന മതസ്ഥർക്ക് കയറിക്കൂടാ എന്ന് അവിടെയും എഴുതി വെച്ചിട്ടില്ല. ആകെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവരുടെ അമ്പലങ്ങളിൽ മാത്രമാണ്. അല്ലാതെ ഒരു മുസ്ലിം പള്ളികളിലും ഒരു ക്രിസ്ത്യൻ പള്ളികളിലും എഴുതി വെച്ചിട്ട് ആരും വിലക്കൂല. നിങ്ങളിപ്പോൾ ഒന്നും വേണ്ട, അപ്പോൾ പള്ളിയിലിപ്പോൾ ബാത്റൂം ഉള്ളതാ, നിങ്ങളൊരു പൊട്ടും കുത്തി വലിയ പൊട്ടനെ കുത്തിക്കോളി, ചെറിയ പൊട്ടൊന്നും ആക്കണ്ട, വലിയ പൊട്ടനെ കുത്തി ഞാനിത് ഇവിടുത്തെ ബാത്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ,
നീ ഹിന്ദു ആണ്, ഇവിടുത്തെ ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റൂല എന്നൊരു മുല്യാരും പറയൂല. ഇത്രയൊക്കെ മതത്തിൽ നിന്ന് പോന്നിട്ടും ഞാൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ആ മതത്തെ എന്താണ് എന്ന് എനിക്കറിയുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഡയലോഗ് അവിടെ നിർത്തിക്കാളുക. നീ നിൻ്റെ പള്ളിയിൽ പോട്, നീ നിൻ്റെ പള്ളിയിൽ പോയാൽ ഇങ്ങനെ നടക്കൂലേ, നിൻ്റെ പള്ളിയിൽ പോയി ഞങ്ങളൊന്ന് ചെയ്താൽ വർഗീയ കലാപം ഉണ്ടാവില്ലേ, ഒരിക്കലും ഉണ്ടാവില്ല. അത് അവരെ മുമ്പേ കാരണം അപ്പനപ്പൂപ്പന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം, വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് കേട്ടോ.